ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ എന്ന് പറയുന്നത് പത്മ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു. അപ്പോൾ പത്മ മരിച്ചു, ബോഡി കിട്ടി, പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സങ്കടം, പത്മ മരിച്ചു പോയല്ലോ. അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. പത്മ തിരിച്ചു വരണം എന്നൊക്കെ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചു. അവസാനം വീക്കെൻഡ് പ്രൊമോ വന്നപ്പോൾ പത്മ തിരിച്ചു വരാൻ പോകുന്നതിന് ചില സൂചനകൾ അതിലുണ്ടായിരുന്നു. പത്മ മരിച്ചു പോയിട്ടില്ല എന്ന് കാട്ടുന്ന രീതിയിലുള്ള കുറച്ച് സീനുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴും അതിൻ്റെ ഒരു ആശ്വാസത്തിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് അതാണ് ഇടുത്തി പോലെ അടുത്തൊരു സംഭവം വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് അമ്പാടിക്ക് എന്താ പറയുക, മറ്റേ ഫിക്സ് പോലെ വരുന്നൊരു സീനാണ്. വളരെ സീരിയസ് ആയിട്ടൊരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നൊരു കാര്യം CI നന്ദകുമാർ നമ്മുടെ അഞ്ജലിയോടും അർജുനോടും പറയുന്നുണ്ട്. അതായത് നാളെ നമ്മുടെ പത്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യും, പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം പത്മയുടെ ബോഡി കാണുവാൻ വേണ്ടിയിട്ട് അഞ്ജലിയോട് ശ്രമിക്കേണ്ട എന്ന് CI നന്ദകുമാർ പറയുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഈ പത്മയുടെ ബോഡി നമ്മുടെ അഞ്ജലിയും അർജുനും കാണുന്നില്ല. അതൊരു വലിയൊരു ട്വിസ്റ്റാണ്, ഒരിക്കലും മറന്നു പോകരുത്. കാരണം അഞ്ജലിയും അർജുനും ഈ ബോഡി, അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ആ ബോഡി കണ്ടാൽ നമ്മുടെ അഞ്ജലിക്ക് നമ്മുടെ പത്മയെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അത് ഏതൊരു അവസ്ഥയിലാണെങ്കിലും. കാരണം സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് നമ്മുടെ പത്മയെ നമ്മുടെ അഞ്ജലി സ്നേഹിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം ഇത് പത്മയല്ല എന്ന് നേരത്തെ തന്നെ തിരിച്ചറിയാത്തത് CI നന്ദകുമാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. CI നന്ദകുമാർ നോക്കണ്ട, അത്രയും ഗുരുതരാവസ്ഥയിലാണ് ബോഡി പാർട്സുകളൊക്കെ ഉള്ളത്, അതുകൊണ്ട് നോക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അഞ്ജലി അർജുന് നോക്കില്ല. കാരണം അമ്പാടി കൺഫേം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അവർ ഇരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇത് പത്മയുടെ ബോഡി അല്ല എന്നവർ നേരത്തെ തിരിച്ചറിയാത്തത് കേട്ടോ. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ അമ്പാടി മൊഴി നൽകിയിട്ടുണ്ട് പത്മയുടെ ബോഡിയാണ് അത് എന്ന് അമ്പാടി മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ അഞ്ജലി അമ്പാടിയുടെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്പാടി എന്തൊക്കെയോ വലിയൊരു രഹസ്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒരു പക്ഷേ നമ്മുടെ പത്മയെ തേടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തോ അമ്പാടിക്ക് പറയാനായിട്ട് ഉറപ്പായിട്ടുണ്ട്. അമ്പാടി അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് പതുക്കെ വീഴാൻ വേണ്ടിയിട്ട് അമ്പാടി തുടങ്ങുകയും അപ്പോൾ അഞ്ജലി കട്ടിലിൻ്റെ സൈഡിലെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്താണെങ്കിലും എന്തോ ഒരു കാര്യം അമ്പാടിക്ക് പറയാനായിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് ഇപ്പോഴും നമ്മുടെ അമ്പാടി എത്തിയിട്ടില്ല. എന്താണെങ്കിലും അഞ്ജലിയും അർജുനും കൂട്ടായിട്ട് തന്നെ അമ്പാടിയുടെ കൂടെയുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാന ഭാഗങ്ങളാണ് നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നത്. ഇപ്പോൾ പത്മ തിരിച്ചു വരും എന്നൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ കാത്തിരിക്കുമ്പോൾ പത്മ തിരിച്ചു വരുമ്പോൾ അമ്പാടി നമ്മളെ വിട്ടു പോകുമോ എന്നൊരു ഭയമാണ് നമുക്കുള്ളത്. അമ്പാടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ അമ്പാടി നമ്മളെല്ലാവരെയും വിട്ടു പോകുമോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ അത്രയധികം ഗുരുതരമായൊരു സീനാണ് നമ്മൾ കാണുന്നത്. ആ ഒരു സമയത്ത് അഞ്ജലിയും അർജുനൊന്നും അവിടെ അകത്തില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ അമ്പാടിക്ക് ഫിക്സ് വരുന്നത്. വളരെ സീരിയസ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അത് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അമ്പാടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ടെൻഷൻ നമുക്കുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനൊരു സീനോട് കൂടിയിട്ടൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. ഇന്ന് വന്ന പ്രൊമോയിൽ ആദ്യം കാണുന്ന സീന് എന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലിയും ആര്യയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ അമ്മായി കുത്തുവാക്കുകൾ കൊണ്ട് പറയുകയാണ്. ഒരുപക്ഷെ അഞ്ജലിയും ആര്യയൊക്കെ പത്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം എരുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്ന പോലെ കുത്തുവാക്കുകളായിട്ട് അമ്മായി വരികയാണ്. അമ്മായി പറയുന്നുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലേ, അവൾ ചത്തുപോയവളെ പറ്റി നീയൊക്കെ എന്തിനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിൻ്റെയൊന്നും രക്തബന്ധമൊന്നും അല്ലല്ലോ അവൾ, പിന്നെ എന്തിനാണ് അവളെപ്പറ്റി ഊരും പേരും നാടും ഒന്നും ഇല്ലാത്തവളെപ്പറ്റി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയൊക്കെ അമ്മായി പറയുമ്പോൾ അതിന് തക്ക
തക്കതായ മറുപടികൾ നമ്മുടെ അഞ്ജലിയും ആര്യയും കൊടുക്കുന്നുണ്ട്. ആര്യ പറയുന്നത് നമുക്ക് കാണാം, അമ്മ കൂടുതലൊന്നും മിണ്ടാൻ നിൽക്കരുത്, രക്തബന്ധമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം അനിയത്തിയെ പോലെ, ഞങ്ങളുടെ സ്വന്തം കൊച്ചനുജിതയെ പോലെ, അഞ്ജലിയുടെ എൻ്റെ കൊച്ചനുജിതയെ പോലെയാണ് ഞങ്ങൾ അവളെ കണ്ടത്, ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതിനിടയിൽ വേറൊരു കാര്യം അഞ്ജലി അമ്മായിയോട് പറയും, പത്മ മരിച്ചുപോയി എന്ന് കരുതി ഈ കേസ് ഇവിടെ കൊണ്ട് ഇല്ലാതായി എന്ന് അമ്മായി ഓർക്കണ്ട. എനിക്കറിയാം അമ്മായിയുടെ മനസ്സിലിരിപ്പ്, അമ്മായി എന്നും അനുപമയുടെ പക്ഷമാണ് പിടിക്കുന്നത്. ഒരുപക്ഷെ അനുപമ പോലും ആയിരിക്കും പത്മയെ കൊല്ലിച്ചത്. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, അവൾക്കുള്ള പണി ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അമ്മായി കൂടുതൽ നെഗളിക്കൊന്നും വേണ്ട എന്നൊക്കെ അഞ്ജലി പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്മായിക്കും ചില സംശയങ്ങൾ അപ്പോൾ തോന്നും. ഒരു പക്ഷേ ഈ പത്മയെ ഇല്ലാതാക്കിയത് അനുപമയാണോ എന്നൊരു സംശയം ആ ഒരു നിമിഷം ഈ അമ്മായിക്ക് തോന്നും കേട്ടോ. അതാണ് പിന്നീട് നമ്മൾ പ്രൊമോയിൽ കാണുന്ന ഒരു സീന് എന്ന് പറയുന്നത്. എന്താണെങ്കിലും അഞ്ജലിയും ആര്യയോട് ഒരുപാട് കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ അമ്മായി ചെല്ലുമ്പോൾ അതിനുള്ള മറുപടി എല്ലാം തന്നെ നമ്മുടെ ആര്യയും നമ്മുടെ അഞ്ജലിക്കുട്ടിയും കൂടെ കൊടുക്കും കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന് എന്ന് പറയുന്നത് അമ്മായി അനുപമയെ ഫോൺ വിളിക്കുന്നതാണ്. ഫോൺ വിളിച്ചിട്ട് അമ്മായി അനുപമയോട് ചോദിക്കുകയാണ്, എടി നീയല്ലേടി പത്മയെ കൊല്ലിച്ചത്, നീ വിട്ട ഗുണ്ടകളല്ലേ പത്മയെ കൊന്നത്. ഇത് കേൾക്കുമ്പോൾ അനുപമ പറയും, അമ്മയോട് ഇത് ആരാ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആരാണ് പറഞ്ഞു വെച്ചത്, ഞാൻ ഒരിക്കലും പത്മയെ കൊന്നിട്ടില്ല. അപ്പോൾ അമ്മായി പറയും, ഇല്ല നീയാണ് കൊന്നതെന്ന് എനിക്കറിയില്ല നിൻ്റെ കയ്യിരിപ്പ്, നിനക്ക് അവിടെ ശംഖചക്രത്തിൽ നിൽക്കണം, അതിന് വേണ്ടിയിട്ട് നീ ഏതറ്റം വരെ പോകുന്നൊക്കെ മോളെ എനിക്കറിയാടി പൊന്നുമോളെ, നീ ഉള്ള കാര്യം ഇങ്ങോട്ട് തുറന്നു പറയാന്ന് പറയും. അമ്മായിയുടെ ഇങ്ങനെയുള്ള ഡയലോഗുകൾ കേൾക്കുമ്പോൾ ശരിക്കും അനുഭവം ഞെട്ടി നിൽക്കുകയാണ്. അമ്മായി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് ആര് പറഞ്ഞിട്ടാണെന്നൊക്കെ. എന്തുകൊണ്ടാണ് അമ്മായി ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രൊമോയിൽ കണ്ട സീനിൽ കുറച്ച് കാര്യങ്ങൾ അമ്മായിയോട് അഞ്ജലി പറയുന്നുണ്ട്. അമ്മായി ഒരുപാട് ഇട്ടങ്ങ് ചൊടിപ്പിച്ച് കഴിയുമ്പോൾ അമ്മായിയോട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, പത്മ കാർത്തിക് കേസിൽ പത്മയെ ഇപ്പോൾ അവർ കൊന്നു കളഞ്ഞു, അവൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു ചാൻസും ഇല്ല, അവളെ കൊന്നു കളഞ്ഞതാണെന്ന് 100% ഉറപ്പാണ്. പക്ഷേ ഇതുകൊണ്ട് പത്മ കേസ് തീർന്നു പോകും, നിന്നു പോകും എന്നൊക്കെ പലരും ദിവാസ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. പത്മ കൊല്ലപ്പെട്ടെങ്കിലും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും, സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും പത്മയ്ക്ക് നീതി ഞാൻ നേടിക്കൊടുക്കും, ആ കാർത്തിക്കിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും, അതിനൊപ്പം തന്നെ പത്മയെ കൊന്നവർക്കും തൂക്കുകയറി ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് നമ്മുടെ അഞ്ജലി അമ്മായിയോട് പറയുന്നുണ്ട്. അപ്പോൾ അത് അനുപമയാണെങ്കിൽ പോലും അവൾക്ക് ഞാൻ തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കുമെന്ന് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്. ഈ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് അനുപമയാണോ എന്ന്. അതുകൊണ്ടാണ് അമ്മായി ഫോൺ വിളിച്ചിട്ട് അനുപമയോട് ചോദിക്കുന്നത്, നീയാണോ ഇത് ചെയ്തത് എന്ന്. അപ്പോൾ ഈ അമ്മായി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അനുപമ, ഞാനല്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, അമ്മായി എന്തൊക്കെയാണ് പറയുന്നത്, അമ്മായിയോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ അനുപമ പറയും. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് അനുപമ സംസാരിക്കുന്നത് കണ്ട് വളരെ സംശയ കണ്ണുകളോട് കൂടിയിട്ട് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. ശംഖചക്രത്തിൻ്റെ രാജാവ് രാഘവനുണ്ണി വരികയാണ്. രാഘവനുണ്ണിയുടെ ആ നടത്തത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നാളെ നല്ല രീതിയിൽ അനുപമയൊന്ന് എടുത്തിട്ട് കുടയാനായിട്ട് രാഘവനുണ്ണി പോവുകയാണ്. കാരണം രാഘവനുണ്ണിക്ക് സത്യം അറിയണം, അനുപമയാണോ ഇത് ചെയ്യിച്ചത് എന്ന്. നാളെ ഒരു പക്ഷേ നമുക്ക് ആ സത്യം തിരിച്ചറിയാനായിട്ട് പറ്റും, നമ്മുടെ പത്മയെ കൊല്ലിച്ചത് ഈ അനുപമയാണോ എന്ന്. രാഘവനുണ്ണി ഒന്ന് ശരിക്കിട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സത്യം നാളെ വെളിയിലേക്ക് വരും കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ പ്രൊമോ വന്നത്. എന്താണെങ്കിലും നമുക്ക് ഏറ്റവും ടെൻഷൻ അടിക്കുന്നത് ഇതൊന്നുമല്ല, നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം നമ്മുടെ അമ്പാടി ഫിക്സ് വന്ന് കിടക്കുന്ന ഒരു സീനാണ്. ആ ഒരു സമയത്ത് ആരും റൂമിലില്ല, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ അമ്പാടിക്കൊന്നും പറ്റരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് കേട്ടോ. കാരണം പത്മയുടെ കേസിൽ തന്നെ നമ്മൾ ഒരുപാട് വിഷമിച്ചിരുന്നു. എന്താണെങ്കിലും അമ്പാടിക്കും ഒന്നും പറ്റാതെ ഇരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ, ബൈ ബൈ.